നമ്മുടെ കേരളത്തിൽ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മരണങ്ങൾ നമുക്ക് വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. വേനൽക്കാലമാണ്, പേടിപ്പിക്കാൻ വേണ്ടിയല്ല, പക്ഷെ എന്നാൽ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരും കൂടി അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഇത് ഷെയർ ചെയ്യുന്നത്. എല്ലാ പാമ്പുകടിയും നമ്മൾ നേരിട്ട് കണ്ണോട് കാണണമെന്നില്ല. ചിലതൊക്കെ വേദനയില്ലാതെ ആണെങ്കിൽ കൂടി പെട്ടെന്നുണ്ടാകുന്ന ഛർദി, വയറിളക്കം, തലകറക്കം, ബോധം പോവുക എന്നീ കണ്ടീഷൻസും ഒരു സിംറ്റം ആയിട്ട് കാണുന്നുണ്ട്. ഏതൊരു പാമ്പ് കടി ഏറ്റാലും ആദ്യത്തെ 1 മണിക്കൂർ എന്ന് പറയുന്നത് ഗോൾഡൻ ഹവർ ആണ്. ഇതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഡു ഇറ്റ് റൈറ്റ് എന്നതാണ്. ആർ സ്റ്റാൻഡ്സ് ഫോർ റീഅഷ്യൂറൻസ്. അതായത് പാമ്പ് കടി ഏറ്റ ആളെ നമ്മൾ ഒരിക്കലും പാമ്പാണ് കടിച്ചത്, നിങ്ങൾ ഇപ്പൊ തട്ടിപ്പോകും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ സംഭവിക്കും എന്നുള്ള കാര്യം പറഞ്ഞ് അവരെ പേടിപ്പിക്കാതെ അവർക്കൊരു റീഅഷ്യൂറൻസ് കൊടുത്ത് മനസ്സിനൊരു ധൈര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഇമ്മൊബിലൈസ്. ഈ പാമ്പ് കടിയേറ്റ ഭാഗത്ത് ഫ്രാക്ചർ ഒക്കെ സംഭവിച്ചാൽ മാനേജ് ചെയ്യുന്നത് പോലെ തീരെ അനക്കാത്ത രീതിയിൽ ഇമ്മൊബിലൈസ് ആയിട്ട് വെക്കുക. മൂന്നാമത്തത് GH, ഗോ ടു ഹോസ്പിറ്റൽ എന്നുള്ളതാണ്. കടിച്ച പാമ്പിന്റെ ബാക്കിൽ നിന്ന് പോയിട്ട് പാമ്പിനെ പിടിക്കാൻ നിൽക്കാണ്ട് ഈ കടിയേറ്റ ആള് ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ലാസ്റ്റ് ലെറ്റർ ഇസ് T, ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ ടെൽ ഡോക്ടർ. അതായത് പാമ്പ് കടി ഏറ്റവും മുതൽ ഇതുവരെ ഉണ്ടായ പേഷ്യൻസിന്റെ എല്ലാ സിംറ്റംസും ഡോക്ടർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട 4 ഡു നോട്ട്സ് ഉള്ളത്. ഫസ്റ്റ് തിങ്, ഡു നോട്ട് കട്ട് ദ വൂണ്ട്. ആ വൂണ്ടിനെ നമ്മൾ കൂടുതൽ മുറിവേൽപ്പിക്കാനായിട്ട് പാടില്ല. ഡു നോട്ട് സക്ക് ദ വെനം. പാമ്പ് കടിയേറ്റ ഭാഗത്ത് നമ്മുടെ വായു വെച്ചുകൊണ്ട് ആ വെനം വലിച്ചെടുക്കാനായിട്ട് ശ്രമിക്കരുത്. മൂന്നാമത്തത് ഡു നോട്ട് അപ്ലൈ ഐസ്. നാലാമത്തത് ഡു നോട്ട് ടൈ വിത്ത് ടോണിക്കറ്റ്. അതായത് ഈ പാമ്പ് കടിയേറ്റ ഭാഗത്ത് ഐസ് വെച്ച് കംപ്രഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടൈറ്റായ വസ്തു വെച്ച് മുറുക്കി കെട്ടുവാനോ പാടില്ല. ഈ ഒരു വേനൽക്കാലത്തും പാമ്പ് കടിയുടെ വിഷയവും മരണങ്ങളും കൂടുന്നതുകൊണ്ട് തന്നെ നമ്മളെ ഗവൺമെന്റ് ഇറക്കിയിട്ടുള്ള സെർപ്പ ആപ്പോ സ്നേക് പീഡിയ ആപ്പോ യൂസ് ചെയ്തുകൊണ്ട് ആന്റി വെനം അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് നിങ്ങളുടെ അടുത്ത് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്, രോഗി നമ്മൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് മുമ്പായിട്ട് ആ ഹോസ്പിറ്റലിന്റെ ലിസ്റ്റ് എടുക്കുകയും അവിടെ ആ സമയത്ത് ആന്റി വെനം അവൈലബിൾ ആണോ, അത് കൊടുക്കാൻ പറ്റിയ ഡോക്ടർ അവൈലബിൾ ആണോ എന്നുള്ളത് കൂടി എൻക്വയറി ചെയ്യേണ്ടതാണ്.